പ്രൈസ് ലോർഡ്. നിപ്പാതിരപ്പള്ളി പടിഞ്ഞാറ് കവലയ്ക്ക് സമീപമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദേശത്ത് കടന്നു വരുവാനുള്ള പ്രത്യേകമായൊരു വിഷയം നമ്മുടെ കർത്താവ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ എല്ലാ വിഷയങ്ങളും ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവ് കൽപ്പിച്ചു, ഭൂലോകത്തെ ഒക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ തൻ്റെ 12 അപ്പോസ്തലന്മാരോടും കൽപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് അപ്പോസ്തലന്മാർ ആരുമില്ല. അപ്പോസ്തലന്മാർക്ക് കാലശേഷമുള്ളവർ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനുള്ള കാരണം? യേശു കർത്താവ് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. എന്താണ് ഇതിനുള്ള കാരണങ്ങൾ? നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാവരും ഒരു ദിവസം മരിക്കും. നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. എന്നാൽ ഈ ലോകം വിട്ടു പോകേണ്ടവരായതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവ് വേർപെടുന്നതാണല്ലോ മരണം. എന്നാൽ ഈ ആത്മാവ് മരിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മുടെ ശരീരം ആത്മാവുമായിട്ട് രണ്ടായി വേർപിരിയുക. ശരീരം മരിച്ചു. ശരീരം പിന്നെ മറവ് ചെയ്തില്ലെങ്കിൽ അത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മറവ് ചെയ്യുന്നു. പക്ഷേ അതുപോലെ നമുക്ക് ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടാൽ പോകേണ്ട സ്ഥാനങ്ങളുണ്ട്. 2 സ്ഥാനം അത് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന് പോയി ഇരിക്കേണ്ട സ്ഥാനം 2 സ്ഥാനങ്ങളാണ്. ഒന്ന് ഇപ്പോൾ യാതന സ്ഥലവും മറ്റൊന്ന് വിശ്രമ സ്ഥലവുമാണ്. എന്നാൽ ഈ വിശ്രമ സ്ഥലത്തിലേക്ക് നമ്മുടെ ആത്മാവ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഭൂലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദൈവം ഒരു പ്രമാണം തന്നിട്ടുണ്ട്. ആ പ്രമാണത്തിൽ നിലനിന്നു പോരുന്നവർക്ക് വിശ്രമ സ്ഥലത്തിലും, ആ പ്രമാണത്തെ എതിർക്കുന്നവർക്കും അത് സ്വീകരിക്കാത്തവർക്കും യാതനാ സ്ഥലവുമാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, 2 വഴികളുണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തൻ്റെ ശിഷ്യന്മാരോട് 12 പേരോടും പറഞ്ഞതാണ്. അപ്പോൾ 12 ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഞങ്ങൾ നിന്നെ വിട്ട് എങ്ങോട്ട് പോകുവാനാണ് നാഥ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ, ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകും? അങ്ങനെ തൻ്റെ ശിഷ്യന്മാർ 12 പേരും യേശുവിനോടുകൂടെ ആയിരുന്നു. അവരെ വചനം പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ലോകത്തിൻ്റെ ഗുരുക്കന്മാരാക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ പറഞ്ഞു. ആ സുവിശേഷം ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ പാതിരപ്പള്ളി പടിഞ്ഞാറ് കവലയ്ക്ക് സമീപം വീണ്ടും ഈ ദേശത്തുള്ളവരെ സ്വർഗീയ പിതാവ് സ്നേഹിക്കുന്നത് കൊണ്ട് ഈ ദേശത്തിലുള്ളവർക്കും ഒരവസരം തരികയാണ്. അത് ദൈവത്തിൻ്റെ ഒരു കൃപ ആയിട്ട് മാത്രമാണ് നമുക്ക് കാണുവാനുള്ളത്. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നതിൽ ആർക്കും ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല.
കാരണം എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാകിയാൽ ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർപിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവൻ്റെ മുമ്പിൽ എല്ലാം നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളതെന്നാണ് എബ്രായലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ആർക്കെങ്കിലും ഭാഗ്യമുണ്ടായെങ്കിൽ അത് ദൈവം അയച്ചിട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നത്. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാലം തികഞ്ഞു. കാലം തികഞ്ഞു എന്ന് പറയുവാനുള്ള കാരണം ഉൽപ്പത്തി മുതൽ ഇന്നുവരെയും അനേക സംഭവങ്ങൾ ഭൂമിയിൽ നിന്ന് നടക്കുന്നുണ്ട്. കോടാനകോടി ജനങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. അപകട മരണങ്ങൾ അനവധി ഉണ്ടാകുന്നു. ആത്മഹത്യ പ്രവണതയിൽ അനേകർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. കടഭാരങ്ങൾ ഏറി വരുന്നു. കുടുംബസമാധാനം കെട്ടുപോകുന്നു. എത്ര സമ്പന്നന്മാരുടെ ഭവനത്തിലാണെങ്കിലും പണത്തിന് ഒരു കുറവുമില്ലാത്ത വീടുകളിലാണെങ്കിലും അവിടെ സമാധാനത്തിനു വേണ്ടി അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സമാധാനം എങ്ങനെ വരും? ഇവിടെ വിശുദ്ധ ബൈബിൾ നോക്കിയാൽ യേശു ക്രിസ്തു മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. കോടികളുണ്ട്, എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ സമാധാനമില്ല. അങ്ങനെ അനേക കുടുംബങ്ങളുണ്ട്. സാമ്പത്തിക കടഭാരം മൂലം സമാധാനമില്ലാത്ത അനേക കുടുംബങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതം കാരണം അനേക കുടുംബങ്ങൾ അസമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്തൃ ബന്ധം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഡിവോഴ്സ് കൊണ്ട് കോടതികളെല്ലാം കേസുകൾ കൂടുതൽ കെട്ടിക്കിടക്കുന്നു. ഏത് രീതിയിൽ നോക്കിയാലും തലമുറകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. മാതാപിതാക്കന്മാർ മക്കളെക്കുറിച്ച് പ്രാകുന്നവരുണ്ട്. കാരണം ഇങ്ങനെ ഒരുവൻ ജനിക്കാതിരുന്നെങ്കിൽ. അങ്ങനെ ഓരോ കുടുംബങ്ങളിലും അനവധിയായ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഏത് രീതിയിൽ നോക്കിയാലും മുന്നോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥകളാണ്. ഇന്നൊരു കൂലിപ്പണിക്ക് പോയി 1000 രൂപ കിട്ടിയാൽ ഈ 1000 രൂപയും തികയാത്ത നിലയിലാണ് ഇന്നത്തെ പോക്ക്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഏക മാർഗം, വേറെ ഒരു മാർഗവുമില്ല. ഏക മാർഗം യേശുവിലാണ്. കാരണം യേശുവിനെയാണ് ഈ ലോകത്തിനു വേണ്ടി ദൈവം, പിതാവായ ദൈവം, എല്ലാവരും വിളിക്കുന്ന ദൈവം, എല്ലാവരുടെയും ദൈവമായ സർവശക്തൻ തൻ്റെ ഏകജാതനായ പുത്രനെയാണ് ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നത് അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചെന്നാണ്. കർത്തൃത്വം ചെയ്യുന്നവൻ അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുകയാണ്. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുക്രിസ്തു എന്നൊരു നാമം മാത്രമേ ഉള്ളൂ. ദൈവം നമുക്ക് വേണ്ടി ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും
ഒരു ജാതിയോ ഒരു മതമോ ഒരു കളറോ ഒന്നും നോക്കുന്നില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന യഥാർത്ഥ സ്നേഹിതൻ ക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ശരീരത്തിൽ വസിച്ചപ്പോൾ അവിടെ ജനങ്ങളോട് പറഞ്ഞു, സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം മറ്റാർക്കുമില്ല എന്ന് ക്രിസ്തു പറഞ്ഞിട്ട് അതേപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഒഴുക്കി. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ആ ക്രിസ്തുവിനെയാണ് നമുക്ക് പിതാവായ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി നമുക്ക് അനുഗ്രഹിച്ചു തന്നത്. വിശുദ്ധ ബൈബിളിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ കൂടിയാണ്. ക്രിസ്തുവിന് പിതാവിന്റെ ആത്മാവിനെ കൊടുത്തു, ക്രിസ്തുവിന് പിതാവിന്റെ തേജസ് കൊടുത്തു. ദൈവം ചെയ്യാനുള്ള അത്ഭുതങ്ങളെല്ലാം ക്രിസ്തുവിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഈ ഭൂമിയിൽ വന്ന് പിതാവായ ദൈവം ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും തന്റെ ഏകജാതനായ പുത്രനെ കൊണ്ട് നിവർത്തിച്ചിരിക്കുകയാണ്. പക്ഷേ മരണം മാത്രം പിതാവിനില്ല. പിതാവിന് മരിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ തന്നെ ആ ദൗത്യം ഏൽപ്പിച്ചു. കാരണം നമുക്ക് വേണ്ടി ഒരുവൻ മരിക്കണം. ആദാമ്യ പാപം മൂലം ലോകത്തിലെ സകല മനുഷ്യരും പാപികളായി തീർന്നു. ആ പാപികളായി തീർന്ന ജനത്തെ രക്ഷിക്കണം. ഒന്നാം മനുഷ്യനായ ആദാമിന് അവൻ ദൈവത്തെ പോലെയാണ് അവനെ സൃഷ്ടിച്ചത്. അവന്റെ നാണം മറക്കുവാൻ അവന് വസ്ത്രമല്ലായിരുന്നു, അവന് തേജസ് കൊണ്ടാണ് അവൻ മറച്ചിരുന്നത്. ദൈവത്തിന്റെ തേജസ്സിൽ തന്നെയാണ് ഒന്നാം മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചത്. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചു. വിലക്കപ്പെട്ട ആ പഴം ഭക്ഷിക്കേണ്ടി വന്നു. അതുമൂലം പാപിയായി തീർന്നു. ആ പാപിയായി തീർന്ന മനുഷ്യൻ അവന്റെ ദൈവം കൊടുത്ത തേജസ് മാറിപ്പോയി. ആ തേജസ് മാറിപ്പോയ മനുഷ്യർക്ക് തേജസ് തരുവാനായിട്ടാണ് തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പക്ഷേ ഒരു പ്രായശ്ചിത്തമുണ്ട്. ഈ പാപം ചെയ്ത ദേഹി മരിക്കണം. ആ പാപം ചെയ്ത ദേഹി മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കണം. ആ വീണ്ടും ജനിക്കുവാനുള്ള സുവിശേഷമുണ്ട്. ആ സുവിശേഷമാണ് യേശു വന്ന് തൻ്റെ 12 അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചത്. അങ്ങനെ അവരെ പഠിപ്പിച്ച് അവരെ ഗുരുക്കന്മാരാക്കി. അവർ ലോകമെങ്ങും പോയി ആ സത്യസുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, ദൈവകൽപ്പനകൾ അനുസരിച്ചു. അവസാനം അവർ മരിച്ചു. അവരുടെ ആത്മാക്കൾ ഇന്ന് വിശ്രമസ്ഥലത്തായിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവ് താമസിക്കുന്നത് കൊണ്ട് ഇന്നെനിക്ക് താമസമാണെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്ന് രാത്രി വരാം. ഒരുപക്ഷെ ഞാനിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിന് വരാം. ആർക്കും അറിയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? കർത്താവ് കള്ളനെ പോലെ വരുമെന്നാണ്. കള്ളൻ രാത്രിയിൽ മോഷ്ടിക്കാൻ വരുമ്പോൾ ആരും ഉണർന്നിരിക്കുന്നില്ല. വരുമെന്ന് സൂചന ലഭിച്ചാൽ നമ്മൾ ഉണർന്നിരിക്കും. സൂചന ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ ഉറങ്ങുന്നു. ആ സമയത്ത് കള്ളൻ മോഷ്ടിക്കുന്നു. ഇതുപോലെ നാം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യേശു വന്നാൽ നമ്മളെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയില്ല. കാരണം എന്താണ്? നമ്മൾ ഉണർന്നിരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്
രാത്രിയിൽ ഉണർന്നിരിക്കുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉറങ്ങിയാലും ഉണർന്നാലും തന്നോടുകൂടി ജീവിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളാകണം. അതിന് ഈ ഭൂലോകത്തിലൊക്കെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷം നാം ഓരോരുത്തരും കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. ആ സുവിശേഷം കേട്ട് വിശ്വസിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തന്നെ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനമനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. ഇടറുവാനായിട്ട് അവരെ വെച്ചുവരിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിളിൽ പത്രോസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സുവിശേഷം നാം ലോകത്തിൽ എവിടെ പ്രസംഗിച്ചാലും നാം കേൾക്കേണ്ടതാണ്. അതേപോലെ നാം വിശ്വസിക്കേണ്ടതാണ്. ഒരു വ്യക്തി ഭാവിയായിരിക്കാം. ഭാവിയല്ലാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ കാണില്ല. ലോകത്തിലുള്ള സകല മനുഷ്യനും ഭാവികളാണ്. എന്നാൽ ആ ഭാവിയായ മനുഷ്യനെ ഈ സുവിശേഷം കേട്ട് വിശ്വസിച്ച് അവന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അവന്റെ ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ വചനം കേട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ അനുസരണമുള്ളവരായി അനേകർ മാറുന്നു. അവരൊക്കെ ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ മദ്യപാനികളായിരുന്നു, പിടിച്ചുപറിക്കാരായിരിക്കാം, ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ കേസുകളിൽ പിടിക്കപ്പെട്ടവരായിരിക്കാം. പക്ഷേ അവർക്ക് സുവിശേഷം കേൾക്കുമ്പോഴാണ് അവർ ചെയ്യുക ആ മഹാപാപം അവർ ഓർക്കുന്നത്. അങ്ങനെ മാനസാന്തരപ്പെടുന്നവർ വ്യക്തമായി വിളിച്ചു പറയും, ഞാനൊരു മഹാഭാവിയായിരുന്നു എന്ന് പറയാനിടയാവും. അങ്ങനെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ഒരു രൂപാന്തരം ഉണ്ടാകുന്നുണ്ട്. ആ രൂപാന്തരം ഉണ്ടാകുന്നവരാണ് ആ സത്യത്തിൽ നിലനിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ സത്യത്തിൽ നിലനിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളിൽ അവരുടെ ഭാര്യമാർക്ക് വലിയ സന്തോഷമുണ്ടാകുന്നു. കാരണം എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടിരുന്നു, ആ ഭർത്താവിനെ എനിക്ക് തിരികെ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിക്കുമായിരുന്നു. അങ്ങനെ അവർ തന്നെ പറയുന്നു, ചേട്ടന് എങ്ങനെയാണ് ഈ ഒരു അനുഭവം ഉണ്ടായത്? അപ്പോൾ ചേട്ടൻ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനും പോരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേക സഹോദരിമാർ, അനേക ഭാര്യമാർ ഇന്ന് ആ കർത്താവിനെ സ്വീകരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങളിലുള്ള മക്കൾക്ക്, അനേക കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം സുവിശേഷം ഇതിനൊരു മാതൃകയാണ്. മറ്റു പലതരത്തിലുമുള്ള ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും സക്സസ് ആയിട്ടില്ല. യേശുക്രിസ്തുവിന്റെ സുവിശേഷം കൊണ്ട് മാത്രമാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇതുവരെയും നമ്മുടെ കാഴ്ചപ്പാടിൽ കാണുന്നത് അങ്ങനെയാണ്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്നവരുണ്ട്. പക്ഷേ ഇന്നുവരെയും അവരുടെ ബോധവൽക്കരണം കൊണ്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും അതിനേക്കാൾ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. കാരണം എന്താണ്? അതിനകത്തൊരു മർമ്മമുണ്ട്. പിശാച് വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ചെന്ന് അവിടെ ഒരു രൂപാന്തരം ഉണ്ടാവുമ്പോഴേ ആ സാത്താൻ അവിടെ നിന്ന് വിട്ടുമാറാൻ പറ്റത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ വിഷയം. അവരുടെ മനുഷ്യരുടെ കുറ്റം കൊണ്ടല്ല, അവരിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ വ്യാപരിക്കുന്ന ആത്മാവ് അവരെ അതിലേക്ക് നടത്തിക്കൊണ്ടിരിക്കും. വീട്ടിൽ ഒരു പക്ഷേ 1 കിലോ അരി പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇങ്ങനെയുള്ള വ്യക്തികളെ മദ്യപാനത്തിലേക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന അനേക ചെറുപ്പക്കാർ ഇന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവരിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവാണ്. ആ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അവൻ്റെ പണി വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് അല്പമേ കാലമുള്ളൂ. അതുകൊണ്ട് വളരെ വേഗത്തിലാണ് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് എത്രയും ആസന്നമായി. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഈ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ ഈ ഭൂമിയിൽ നമ്മൾ അനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ എല്ലാം ഭവിഷ്യത്തുകളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ സമാധാനവും സന്തോഷവും സ്നേഹവും തമ്മിൽ സ്നേഹിക്കുവാനുള്ള ആ ദൈവത്തിൻ്റെ കൃപയും ഒക്കെ കിട്ടുന്നത് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതുള്ള സ്നേഹം മാനുഷിക സ്നേഹം മാത്രമാണ്. പക്ഷേ ദൈവസ്നേഹം നമ്മളിൽ വരണമെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കണം. പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷത്തിൽ വിശ്വസിച്ച് അതിന് അടിസ്ഥാനപരമായ ഒരു ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒന്നിരിക്കുവാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, കൊലപാതകം, വിടക്കുകണ്ണ്, അങ്ങനെയുള്ള മോശമായ ചിന്തകളെല്ലാം വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. പക്ഷെ ആ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചാൽ മറ്റൊന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുത്തില്ല. സന്തോഷത്തിൻ്റെതായ വാക്കുകൾ, സമാധാനത്തിൻ്റെതായ വാക്കുകൾ, സ്നേഹത്തിൻ്റെതായ വാക്കുകൾ. ഒരു മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ അവനെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ്, ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ദൈവാത്മാവ് നമ്മളിൽ വസിക്കണം. അല്ലാതെ ലോകത്തിൻ്റെ ആത്മാവോ ദുരാത്മാവോ പിശാചിൻ്റെ ആത്മാവോ വസിച്ചാൽ നമുക്കതുണ്ടാകില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കണം, കൊല്ലണം, കള്ളു കുടിക്കണം, മറ്റുള്ള അശ്ലീല ചിത്രങ്ങൾ കാണണം എന്നിങ്ങനെയുള്ള ചിന്ത നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുമൊക്കെ ഒരു പ്രായത്തിൽ അങ്ങനെ ആയിരുന്നു. അതിനെല്ലാം അഡിക്റ്റായി കിടന്നവരാണ്. ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുന്നെല്ലാം സ്വർഗീയ പിതാവ് നമ്മളെ രക്ഷിച്ചു. എന്തുകൊണ്ട്? സുവിശേഷം കേൾക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. ആ സുവിശേഷം കേൾക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അത് കേട്ടപ്പോൾ മനസ്സിലായി, ഇത് ശരിയാണല്ലോ. ഇത്രയും കാലം നമ്മൾ ചെയ്തിട്ട് നമ്മളെ ഒന്നും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. നമ്മൾ ആരെയെല്ലാം വിശ്വസിച്ചിരുന്നു, അവരെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. എന്നാൽ സുവിശേഷത്തിന് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാ പ്രിയപ്പെട്ടവരെ ഞങ്ങളൊക്കെ ഈ മേഖലയിലേക്ക് വരുവാനിടയായി. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എത്രയും ആസന്നമായിരിക്കുന്നു. കാലം തികഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാലം തികഞ്ഞു എന്ന് പറയുമ്പോൾ ദൈവം ഈ ലോകത്തെ വെറുത്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്തുകൊണ്ട്? ഈ ലോകത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നല്ല ഫലമുള്ള വൃക്ഷങ്ങളായി തീരുവാനാണ്. നമ്മുടെ എല്ലാം ഭവനത്തിൻ്റെ മുമ്പിലും പുറകിലുമൊക്കെ നമ്മൾ നല്ല ചെടികൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പച്ചക്കറികൾ തൈകൾ വളർത്തിയെടുക്കാറുണ്ട്. അതിന് വളവും വെള്ളവും എടുത്ത് കൊടുക്കാറുണ്ട്. അതിലെ വന്നിരിക്കുന്ന പ്രാണികൾ ഈ ഇലകൾ നശിപ്പിക്കുന്നത് കൊണ്ടും ഇതിൻ്റെ മൊട്ടുകൾ നശിപ്പിക്കുന്നത് കൊണ്ടും നമ്മൾ അതിനെ അകറ്റിക്കളയുവാനുള്ള അതിന് വേണ്ടുന്നതായ സംഗതികൾ നമ്മൾ അടിക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്നതിനാണ് നല്ല ഫലം നമുക്ക് കിട്ടുവാൻ വേണ്ടിയാണ്. അതേപോലെ നമ്മളൊന്ന് ചിന്തിച്ചേ, അങ്ങനെ 2-3 വർഷം നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്നൊരു ഫലവും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് പറിച്ചു കളയും. ഇതേപോലെ സ്വർഗീയ പിതാവ് നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ദൈവത്തിന് ഫലമുണ്ടായി കാണുവാനാണ്, ദൈവത്തിന് ഫലമുണ്ടാകുവാനാണ്. അങ്ങനെയുള്ള ഫലമുണ്ടായില്ല എങ്കിൽ ദൈവത്തിനും നമ്മളെ അങ്ങനെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം പറയാനായിട്ടിരിക്കുന്ന ഒരു ദൈവപുത്രനുണ്ട്.
പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട്. ഇപ്പോൾ വെട്ടാൻ വരുമ്പോൾ വെട്ടല്ലേ, ഇപ്പോൾ വെട്ടല്ലേ, 1 വർഷം കൂടി നിന്നോട്ടെ, ഞാൻ വളവിട്ട് കൊടുത്തോളാം, വെള്ളമൊഴിക്കാം, അതെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് വേണ്ടി വക്കാലത്തുമായിട്ടിരിക്കുന്ന ഒരു ദൈവപുത്രനുണ്ട്. ആ ദൈവപുത്രൻ പിതാവിനോട് ഏത് നിമിഷവും നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. പറിച്ചു മാറ്റാം എന്ന് പറയുമ്പോൾ പറിക്കല്ലേ, 1 വർഷം കൂടി നിന്നോട്ടെ, 1 വർഷം കൂടി നിന്നോട്ടെ, ഞാൻ വളമിട്ട് കൊടുക്കാം, വെള്ളമൊഴിച്ചു കൊടുക്കാം, ഫലമുണ്ടാവും, ഫലമുണ്ടായില്ലെങ്കിൽ അടുത്ത വർഷം നീ വരുമ്പോൾ, ഫലമില്ലെങ്കിൽ നീ വെട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ ദീർഘക്ഷമയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ദീർഘക്ഷമയ്ക്കൊരു അതിരുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു മനുഷ്യനെയും ദൈവം ശിക്ഷിക്കുന്നില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട്? ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും അവൻ ജീവിക്കുവാൻ തന്നെയാണ് ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഈ ആയുസ്സിൽ നമ്മളെ സൃഷ്ടിച്ച പരമപിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യണം. ആ പരമപിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ആണ് തന്റെ ഏകജാതനായ പുത്രൻ ഇവിടെ വന്ന് വെളിപ്പെടുത്തിയത്. പുത്രൻ മാത്രമല്ല, പുത്രൻ തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരും ആ പരമപിതാവായ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അത് ഭൂലോകത്തിലൊക്കെയും പോയി നമുക്ക് വേണ്ടി പ്രസംഗിച്ചപ്പോൾ അവരെ കൊല്ലുകയാണ് ചെയ്തത്. യേശുവിനെ 3 ആണികളെ തളച്ച് കൊന്നതുപോലെ ആ 12 ശിഷ്യന്മാരെയും കൊല്ലുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മളൊന്ന് മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി വലിയ ഒരു ദൗത്യമാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. തീരൂരി കഴിച്ച പൊന്നെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇത് തീയിൽ കൂടി ശോധന ചെയ്ത് ഇന്ന് ഈ 2024 വർഷത്തിൽ എത്തിയിരിക്കുക. ഇപ്പോൾ ദൈവത്തിന്റെ ദീർഘക്ഷമ നമുക്ക് വേണ്ടിയാ. നമ്മൾ മരണശേഷം നമുക്കൊരു ന്യായവിധിയുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും നമുക്ക് വേണ്ടി ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും. ആ പ്രത്യക്ഷത ഇതാ വരാൻ പോകുന്നു മേഘത്തിൽ. ആ രണ്ടാമത്തെ പ്രത്യക്ഷത ഇതാ മേഘത്തിൽ വരുവാൻ പോകുന്നു. ആ മേഘത്തിൽ വന്നു കഴിഞ്ഞാൽ നോഹയുടെ കാലത്തെ പെട്ടകം വെള്ളത്തിൽ തള്ളിവിട്ടതുപോലെയാവും. തള്ളിവിടേണ്ടി വന്നില്ല. അതുവരെയും മഴയെന്നുള്ള പേര് പോലും ഇല്ലാതിരിക്കുമ്പോൾ അങ്ങനെ അന്നൊരു മഴ പെയ്ത്തുണ്ടായി. ആ മഴ പെയ്ത്തിൽ ആ പെട്ടകം ഒഴുകാൻ തുടങ്ങി. ഒഴുകിയപ്പോൾ നോഹയും നോഹയുടെ ഭാര്യയും മകനും മകളും അവർ 8 പേര് അടങ്ങുന്ന ഒരു സംഘമാണ് അതിനകത്ത് കയറുവാൻ സാധിച്ചത്. ബാക്കിയുള്ള ജനങ്ങൾ മുഴുവനും പറഞ്ഞു, ഇവൻ നുണ പറയുകയാണ്, ഇവൻ നുണയാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ലോകത്തിലുണ്ടായിട്ടില്ല. മഴ എന്നൊരു സംഭവം ലോകത്തിലുണ്ടായിട്ടില്ല. അന്നുണ്ടായിരുന്ന വൃക്ഷങ്ങളൊക്കെ മഞ്ഞ് ഭൂമിയിൽ നിന്ന് പൊങ്ങിയാണ് അതിന് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നോഹ പ്രസംഗിച്ചു, മഴ പെയ്യാൻ പോകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം, വെള്ളപ്പൊക്കമുണ്ടായാൽ നമ്മളെല്ലാം നശിച്ചു പോകും. ഇതാരും കേട്ടില്ല. അവനൊരു പ്രവാചകനായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നു, ഇവനോട് ഇതാര് പറഞ്ഞ്? ലോകത്തിൽ ഒരിക്കൽ പോലും മഴ പെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് മഴ പെയ്യുന്നത്? മഴ എന്നൊരു പേര് പോലുമില്ല. അങ്ങനെ ആ നോഹയെ കളിയാക്കാൻ തുടങ്ങി. അദ്ദേഹം 120 കൊല്ലം പ്രസംഗിച്ചു മനുഷ്യന്റെ മടങ്ങി വരവിന് വേണ്ടി. ഒരു ദിവസം മഴ തുടങ്ങി. ഉടനെ മഴ പെയ്യുന്ന മുമ്പ് തന്നെ ദൈവം നോഹയോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കയറി പറവജാതികളെയും ഇഴജാതികളെയും എല്ലാം വീണ്ടായി അതിനകത്ത് കയറ്റിക്കോ. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാം കയറി കഴിയുമ്പോൾ കഥ കടച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പെട്ടകം വെള്ളപ്പൊക്കം ഉണ്ടായി, ഒഴുകി നടന്നു. അന്നുവരെ ഉൽപ്പത്തി മുതൽ അന്നുവരെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പോലും ജീവിച്ചില്ല, ഈ 8 പേരല്ലാതെ. ബാക്കിയെല്ലാം
വെള്ളം കുടിച്ച് ചത്തു പൊങ്ങി. അതിൻ്റെ ദുർഗന്ധം 40 ദിവസം നിന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതേപോലൊരു വരവാണ് ഇപ്പോൾ വരാൻ പോകുന്ന രണ്ടാമത്തെ വരവ്. ഈ രണ്ടാം വരവ് മേഘത്തിൽ യേശു വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭൂമിയിലുള്ള ഒരു മനുഷ്യനും രക്ഷയില്ല. പിന്നെ ഒരു മനുഷ്യനും രക്ഷയില്ല. അവരെല്ലാം ഒരു ന്യായവിധിയിൽ പോകും. ഒരു ന്യായവിധിയിൽ നിൽക്കേണ്ടി വരും. മരിച്ചവരെ എല്ലാവരും ഉയർപ്പിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ന്യായവിധി ഉണ്ടാകും. ആ ന്യായം വിധിച്ച് അവിടെ അപ്പീലൊന്നുമില്ല. വേറെ കോടതിയിലേക്ക് വിടാൻ വേറെ അപ്പീലൊന്നുമില്ല. അവസാനത്തെ കോടതിയാണത്. ആ കോടതിയിൽ ന്യായം വിധിച്ച് തീത്തടാകത്തിലേക്ക് തള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം. ഗന്ധകം കത്തുന്ന പൊയ്കയെന്നും ചാകാത്ത പുഴുവും കെടാത്ത തീയും എന്നൊക്കെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ പിന്നെ രക്ഷയില്ല. നിത്യകാലം കഠിന കരച്ചിലും പല്ലുകടിയുമായിരിക്കും. മരണമില്ല പിന്നെ. കാരണം ഒന്ന് ഉയർപ്പിച്ച് ന്യായം വിധിച്ചാണ് തള്ളുന്നത്. ഇതോ മനസ്സിലാക്കാതെ പോകരുതെന്ന് എനിക്ക് പറയാനുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഭൂമിക്കടിയിലുള്ള കൊറോയിൽ എടുത്തുകൊണ്ട് നമ്മൾ പെട്രോളാക്കുന്നു, പെട്രോളിയമാക്കുന്നു, ഡീസലാക്കുന്നു, അങ്ങനെ എത്ര മണ്ണെണ്ണയാക്കുന്നു, എന്തെല്ലാം തരത്തിൽ നമ്മൾ തിരിച്ചെടുക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സത്യം ഒന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സമയമുണ്ടോ? ഈ സത്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭൂമിയിലുള്ള മനുഷ്യർക്ക് ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യന്റെ ന്യായവിധി. ആ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ അതറിഞ്ഞിട്ടുള്ളവൻ മരണ പോരാട്ടം നടത്തും. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് ഈ ചെത്തിയിൽ കണിച്ചുകുളങ്ങരെ പടിഞ്ഞാറ് കവലയിൽ നിന്നും ഈ സ്വത്രം ഇവിടെ വന്നു പാതിരപ്പള്ളി ഈ കവലയിൽ വന്ന് പ്രസംഗിക്കാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഇത് നിങ്ങളുടെ ഒരു നന്മയ്ക്കായി തന്നെ ഇത് വ്യാപരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇത്രയും സമയം എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, പിതാക്കന്മാർക്കും, മാതാവിനും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം.